ഇന്ന് കുറച്ച് കൊടിത്തല എടുക്കാൻ പോകാം. വളരെ വില കുറച്ച് IISRന്റെ ഹൈബ്രിഡ് കൊടിത്തലകളും അങ്ങനെ ഒരുപാട് വെറൈറ്റീസൊക്കെ കിട്ടുന്ന കുമിളിയിലുള്ള 62-ാം മൈലിലുള്ള ഒരു കാർഷിക നഴ്സറി. അത് കേരള സർക്കാരിൻ്റെ അംഗീകൃത സ്ഥാപനമായ, അതായത് കേരള സർക്കാരിൻ്റെ സ്ഥാപനത്തിലേക്ക് നമുക്ക് കുറച്ച് തൈകൾ എടുക്കാൻ പോകാം. ചേട്ടാ, നമുക്കേ ഈ കാണുന്ന ഈ ഏലച്ചെടികളൊക്കെ ഏതാ? ഇത് അതായത് ഈ ഏലച്ചെടികൾ നമ്മുടെ പാമ്പാടും പാറയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. പാമ്പാടും പാറ. ഇത് എത്ര കിലോ കായ എടുത്ത് ചേട്ടാ? 113 കിലോ. 113 കിലോ 80 ചെടിയെന്ന് 113 കിലോ പച്ചക്കായ എടുത്തു. ഇത് നമ്മുടെ ഇവിടെ പാമ്പാടും പാറ വികസിപ്പിച്ചെടുത്ത ഏലച്ചെടി അല്ലേ? പെരുങ്കൊടി. ഈ പെരുങ്കൊടി എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ പന്നിയൂർ 5 ആണ് അല്ലേ? ശരാശരി ഒരു ഹെക്ടറിൽ നിന്ന് 1098 കിലോ പച്ചമുളക് കിട്ടണം. ഇതാണ് അപ്പൊ ശരിക്കും പെരുങ്കൊടി എന്ന് പറയുന്ന സാധനം അല്ലേ? ഈ പെരുങ്കൊടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും അറിയപ്പെടുന്ന സാധനം പന്നിയൂർ അനുസരിപ്പെട്ട കുതിരവാലി പെപ്പറിന് ഇത് ഷെയ്ഡിലെ വളരുവോ? ഇതിന് ആ പ്രശ്നമില്ല. ഇതിന് അങ്ങോട്ട് ഈ 5 മുതൽ ഏതാണ്ട് 8 വരെ ആ പ്രശ്നമില്ല. പന്നിയൂർ 1 മുതൽ 5 വരെ വെയിൽ പ്രശ്നമല്ല. ഈ കുതിരവാലി എന്ന് പറഞ്ഞ പന്നിയൂർ അത് നമുക്ക് വെയിൽ പ്രശ്നം, തണൽ വേണം. ഓക്കെ. പിന്നെ അതിനുള്ളത് ചെറിയ കാണിയക്കടൽ, ചെറിയ കണി. അതും പന്നിയൂർ 3 ആണ്. ഇതിന്റെ പന്നിയൂർ 3 എന്ന് പറയുന്ന ചെടിയുടെ ഇത് ഉതിരാൻകോട്ട അല്ലെ? ചെറിയ കണിയക്കാട്. അപ്പൊ ഈ ഉതിരാൻകോട്ട എന്ന് പറയുന്നതിന്റെ പേരാണോ ഈ ചെറിയ കണിയക്കാട്? ഓക്കെ. 1953 കിലോ. ഇത് 1991 റിലീസായത് അല്ലേ? ഇതെല്ലാം അതെ അല്ലേ? ഇതെല്ലാം നാഗപ്പതിവയ്ക്കലിന്റെ ഒരു മെത്തേഡാ അല്ലേ? ഇത് ശരിക്കും നമ്മൾ പറയാറുള്ള പന്നിയൂർ 2 ഇതാണ്. അത് ബാലൻകോട്ട. അത് ശരിക്കും പന്നിയൂർ നമ്മൾ മറ്റൊക്കെ പിടിയല്ലേ? ആ സ്ഥലത്താണ്. ഓ, ഇതാണ് പന്നിയൂർ 2. തണലത്തും വളർത്താം, വെയിലത്തും വളർത്താം. ഇവനെ തണലത്തും വളർത്താം, വെയിലത്തും വളർത്താം. ഇതിന്റെ കയറ്റം എങ്ങനെയാ? കയറും. വലിയ ശരിക്കും വെച്ച് കഴിഞ്ഞ് 3-ാം വർഷം നമുക്ക് മുളക് എടുക്കാം അല്ലേ? ശരാശരി 1 കിലോ നമുക്ക് അടുത്ത് പച്ച പറിക്കാം അല്ലേ? ഇത് പന്നിയൂർ 1. പന്നിയൂർ ഇതാണ് ആദ്യം വികസിപ്പിച്ചെടുത്തത്. ഇതാണല്ലേ ഉതിരാൻകോട്ട. ഇതിന്നല്ലേ? ഓക്കെ. നമുക്കിനിയിപ്പോൾ മേളിലുള്ള ISISRന്റെ വെറൈറ്റീസും കൂടെ ഒന്ന് നോക്കാം. കണ്ണൂർ പന്നിയൂർ ഫാമിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് അത് പ്ലാന്റ് ചെയ്ത് ആ മദർ പ്ലാന്റിൽ നിന്ന് എടുത്ത് നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കുറേ വെറൈറ്റികൾ നോക്കാം. ഇതാണ് ഈ അരയമുണ്ടി. ഇതിന്റെ അരയമുണ്ടി അല്ലേ? ഇതെല്ലാം തനി നാടൻ ഇനങ്ങളാണ് ഈ അരയമുണ്ടി. അതുപോലെ ഇതിനകത്ത് വിജയ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇത് പന്നിയൂരിന്റെ വേറൊരു വകഭേദോ അല്ലേ? ഇത് വിജയ് നമ്മൾ പാലോടിന്റെ കൂടെ പുതിയ ഏതിന്റെ കൂടെ? പാലോടിന്റെ കൂടെ വന്നതാണ് വിജയ് എന്ന ഇറങ്ങിയത്. പിന്നെ വേറൊന്നുണ്ട്, വിജയ് ഉണ്ട്. ഇത് വിജയ്. ഇതെല്ലാം ഈ ഒരു സെക്ഷൻ ഫുള്ള് വിജയ. ഇത് ISISRന്റെ അല്ലേ? പഞ്ചമി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ സാധാരണ നേഴ്സറികളിൽ പലതും നമുക്ക് കിട്ടുന്നത് കറക്റ്റ് അല്ല. ഒരു സെക്കൻഡ്. കൊറ്റനാടൻ കൂടി. ഇതിനെ കുറിച്ച് ഇപ്പൊ ഭയങ്കരമായിട്ട് വരും. ഓ, ഇതാണ് ശരിക്കും കൂർഗ് എക്സൽ അല്ലേ? ഓ, ഇതിനൊക്കെ നമ്മൾ പുറത്ത് മേടിക്കുമ്പോൾ 80 രൂപ 70 രൂപ. ഇവിടെ നമുക്ക് കൂർഗ് എക്സൽ ഒരു തലയ്ക്ക് 20 രൂപയുള്ളൂ. അപ്പൊ ശരിക്കും നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒറിജിനൽ ആണോ എന്ന് തന്നെ അറിയിക്കണേ. സർക്കാരിനൊരു മിതമായ വില കൂട്ടി മേടിക്കാൻ പറ്റത്തില്ല. അപ്പൊ സർക്കാർ കൊടുക്കുന്ന 20 രൂപയ്ക്കാണ്. അപ്പൊ പുറത്ത് ഈ കൂർഗ് എക്സൽ എന്നും പറഞ്ഞാൽ നമുക്ക് 3 വള്ളി 70 രൂപയ്ക്ക് 50 രൂപയ്ക്കും തരുന്നതിനകത്ത് എന്തോരം ജെനുവാലിറ്റി ഉണ്ടെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇത് കൊറ്റനാടൻ കൂടി. കൊറ്റനാടിന്റെ ഒരു പ്രത്യേകത എന്നാ? ഇത് ഏത് കാലാവസ്ഥയിലും പിടിക്കും. ചൂട് പ്രശ്നമല്ല.
പിന്നെ ഇത് ഒരുപാടുണ്ടല്ലോ. ഇത് തേവം. തേവം ഇതും ISISRന്റെ ആണല്ലോ അല്ലേ? ഒരു സെക്കൻഡ്, തേവം ഞാൻ നോക്കട്ടെ. നമുക്ക് ആരെങ്കിലും ഒക്കെ ഈ ഇതെന്നൊക്കെ പറഞ്ഞ് തലകളൊക്കെ പോയി എടുത്തിട്ട് പറ്റിക്കപ്പെടരുതല്ലോ. ഇതാണ് ഈ ശ്രീകര അല്ലേ? സോറി, ശ്രീകര. ശ്രീകര 100. 100 ശ്രീകരയുടെ തൈകൾ വന്നെന്നുള്ളതാണല്ലേ എൻ്റെ ഇതാ. ഇത് ഗിരിമുണ്ട അല്ലേ? ഇതാണ് ഗിരിമുണ്ട. ഇത് എന്നാത്തിന്റെ? ഇത് കരിമുണ്ടയുടെ ഒരു വേറെ വെറൈറ്റി അവിടെ ഉള്ളു അല്ലേ? ഇത് ശരിക്കും ഇത് എവിടെയാ? ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ പറയുവാണെങ്കിൽ 62-ാം മൈൽ പോളിടെക്നിക് കോളേജിൽ തൊട്ടടുത്ത് നമ്മുടെ ഫാമിന്റെ പോളിക്ക് കൊടുത്തേക്കണത്. ഈ ഫാമിന്റെ പാർട്ടാണ് പോളിക്ക് കൊടുത്തേക്കുന്നത് അല്ലേ? അത് പോളിക്ക് അത് എത്ര? 10 ഏക്കറോ? 10 ഏക്കർ കൊടുത്തല്ലേ? ഈ തേവം ഇത് പന്നിയൂർ 8. ഇത് പന്നിയൂരിന്റെ ഇവരാണ് ഇതിനകത്ത് നമ്മള് ഒറ്റപ്ലാക്കൽ എന്ന് പറഞ്ഞാൽ സാധാരണ വട്ടത്തെ പ്രതിരോധിക്കുന്ന ഏത് കാലാവസ്ഥയും പ്രതിരോധിക്കുന്ന ചൂടിനെല്ലാം പ്രതിരോധിക്കുന്ന. ഇത് ദ്രുതവാട്ടം കുറവുണ്ടാവും, അസുഖം കുറവുണ്ടാവും. ഇതിന് തേവം. സാറേ, ഞാൻ ഒരു സംശയം ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പൗർണമിയും IISRന്റെ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ തേവവും ഇവരുടെ തന്നെയാണ്. ഗിരിമുണ്ട അതെ. ഇതിനകത്ത് ശരിക്കും ഈ ചൂടിനും ഇതിനൊക്കെ പിന്നെ ഏറ്റവും നമ്മുടെ ISISRന് വരുന്ന എല്ലാം തന്നെ നല്ലതാണ്. ഇത് ഹൈ റേഞ്ചിന് അനുയോജ്യമായ കൊടി എന്ന് പറയുന്നത് ഗിരിമുണ്ട എന്ന് പറയുന്നത്. കപ്പാസിറ്റി ഉണ്ടല്ലേ? ഇതൊക്കെ അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്? എല്ലാ വള്ളിക്കും 20 രൂപയുള്ളൂ. 20 രൂപയുള്ളൂ. അപ്പൊ നമ്മൾ ഈ പുറത്ത് പോയിട്ട് ഓരോരുത്തർ പറയുന്ന പോലെ പിന്നെ 70 രൂപ 80 രൂപ അങ്ങനെ ഒരു വില ഇതിനില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇവിടുന്നാണ് നമ്മള് ഇടുക്കിയിലെ മറ്റുള്ള ഇവിടുന്ന് ഇടുക്കിയിലെ ഇടുക്കിയിലെ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കൂടെ ഇപ്പൊ പോയിട്ടുണ്ട്? ഇതിപ്പോ മൂന്നാർ മുതൽ തൊടുപുഴ വരെ പോയിട്ടുണ്ട്. തൊടുപുഴ വരെ ഇവിടുന്ന് തൈകൾ ഉത്പാദിപ്പിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എല്ലാം IISRന്റെ എല്ലാ വെറൈറ്റീസും അത് ഇപ്പൊ പറയുവാണെങ്കിൽ അവിടെ പറയുവാണെങ്കിൽ മലബാർ എക്സൽ, ശക്തി, മലബാർ എക്സൽ ഹൈ റേഞ്ചിന് അനുയോജ്യം കിട്ടും അല്ലേ? അതെ. അതുപോലെ തന്നെ ശ്രീകര മാതൃസസ്യം കരിമുണ്ടയാണ്. അപ്പൊ അതിന്റെ ഒരു ഗുണമൊക്കെ കാണിക്കും. ഹൈബ്രിഡ് ഇത് നാരായക്കൊടിയുടെയും നീലമുണ്ടിയുടെയും ഗിരിമുണ്ട അല്ലേ? ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ സാർ ഇത് തേവം, സാർ ആദ്യം പറഞ്ഞത് തേവം. തേവമുണ്ടീനെ നമ്മൾ തേവമാക്കി. ഈ ഒറ്റപ്ലാക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമ്മൾ ഒറ്റപ്ലാക്കിൽ നിന്നാണ് പൗർണമിയാക്കിയെടുത്തത്. ഓക്കെ. അപ്പം സോറി, ഇതിനകത്ത് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് ഇപ്പം കുറച്ച് ആളുകൾ ഇത് സന്ദർശിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള അനുമതി ഉണ്ടോ? ഫ്രീ ആയിട്ട് പാസ് ഒന്നുമില്ല. അപ്പം ഗാർഡൻ മൊത്തം നമുക്ക് എന്തോരം ഉണ്ട് ഇവിടെ? നമുക്കൊരു ഇപ്പോൾ ഒരു മുകളിൽ ഒരു ടെറസ് ഗാർഡൻ ഉണ്ട്, അതല്ല ഓഫീസ് ഫ്രണ്ടിൽ കുറച്ച് ഗാർഡൻ ഉണ്ട്, പിന്നെ ഒരുപാട് ചെടികൾ സെയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഈ ജാതി ബഡ് ചെയ്ത ജാതിയുടെ വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ജാതി ഉണ്ട്. ജാതി ഇപ്പൊ നമ്മള് ബഡിങ് പറഞ്ഞിട്ടില്ല, തീർന്നു പോയി. നമ്മൾ എവിടുന്ന അപ്പൊ ജാതി കൊണ്ടുവരുന്നത്? ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോഴിക്കോട് നിന്ന് ജാതി കൊണ്ടുവരും. നമ്മൾ നേഴ്സറി വെക്കാൻ വേണ്ടി കൊണ്ടുവന്നാക്കണം. നേഴ്സറി വെക്കാൻ വേണ്ടി കൂടെ, എന്നിട്ട് അതിൽ നിന്ന് നമ്മളിപ്പോ നമുക്ക് ജാതി കാണിച്ചില്ല, ജാതി ഉണ്ട്, കാണിച്ചില്ല. ഓക്കെ. അപ്പൊ ശരിക്കും കുത്തിക്കാഴ്ച ജാതി കാണിച്ചു നമ്മൾ ആ ജാതി നമ്മൾ റൂട്ട് എടുത്ത് വ്യാപിക്കണം ചെയ്യുന്നല്ലേ? അപ്പൊ ശരി, എന്നാ വളരെ സന്തോഷം. നമുക്ക് ആദ്യം കുറച്ച് കൊടുത്താലോ സെലക്ട് ചെയ്യാൻ വരുന്ന എല്ലാവർക്കും നിങ്ങൾ ഇലയിൽ പേരെഴുതി കൊടുക്കും അല്ലെ? ചെടി മാറിപ്പോകാതിരിക്കാൻ വേണ്ടി അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തു കൊടുക്കും. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? ജിജി. ഓക്കെ. ചേട്ടൻ ഇവിടെ കുമ്പളി തന്നെ ഉള്ളതാണോ? ഓക്കെ. അപ്പൊ അദ്ദേഹം കൂടെ ചേട്ടാ ഇതിനകത്തുനിന്ന് മൊത്തം എന്തോരം കൊടുത്തലകൾ ഇപ്പൊ കയറി പോയിട്ടുണ്ട്? 6 ലക്ഷം വള്ളിയാണ് വെച്ചത്. 6 ലക്ഷം പോയി കയറി.
6 ലക്ഷം ഈ കയറി പോയി. 6 ലക്ഷം കൊടുത്തലകൾ നിങ്ങൾ ഉണ്ടാക്കിയത് ആ. ഈ നാഗപ്പതി വെച്ചാണ് അല്ല ഉണ്ടാക്കിയത്? അല്ല നമ്മൾ സാധാ ഒരു കവറിനകത്ത് 6 വള്ളി കുത്തി ഇത് നമുക്ക് പന്നിയൂറുണ്ട്, കൊട്ടനാടുണ്ട്, ഇത് എല്ലാ വെറൈറ്റിയും കൂടി ഇത് മിക്സ് ആണ് അതെല്ലാം ഇതിനകത്തെല്ലാം മിക്സ് അല്ലേ? എല്ലാം മിക്സിങ് ആ